ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ ഇന്നൊരു ഗുണ്ടൽപേട്ട് യാത്രയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു 5 മണി 5:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം എന്നാലേ നമുക്കൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഗുണ്ടൽപേട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോപാൽ സ്വാമി ടെമ്പിളാണ്. പിന്നെ ഈ ഒരു സീസൺ എന്ന് വെച്ചാൽ സൂര്യകാന്തിയുടെയും ജമന്തിയുടെയും ഒക്കെ സീസണാണല്ലോ, ഓണം വരുവാണല്ലോ. അതുകൊണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്, അത് രണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നത്. വയനാട് വഴിയാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ താമരശ്ശേരി ഒക്കെ കഴിഞ്ഞു, അടിവാരം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ബുള്ളറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഞാനും ചിക്കു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങളൊരു 1 ഡേ ഡ്രൈവ് വൈബടിച്ച് പോകാമെന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് പെട്രോൾ പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ച് ഫുള്ളാക്കി എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ചുരം കയറുകയാണ്, വയനാട് ചുരം കയറുകയാണ്. രാവിലെ ഇപ്പോൾ സമയം ഒരു 7 മണി അത്രയേ ആയിട്ടുള്ളൂ. കോട കിട്ടുമെന്നാണ് കരുതിയത്, പക്ഷേ വലിയ രീതിയിൽ നമുക്ക് കോട കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, വലിയ റഷും കാര്യങ്ങളൊന്നും ഇല്ല രാവിലത്തെ ഈ ഒരു ടൈം ആയതുകൊണ്ട്. പിന്നെ നമുക്ക് കണ്ടോ, ആ ഒരു മലമുകളിൽ നല്ലൊരു കോട നല്ലൊരു രീതിയിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വ്യൂ കാണാൻ. നേരിട്ട് കാണാൻ പ്രത്യേക തരം ഒരു ഭംഗിയാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്നതിലും എത്രയോ ഭംഗിയുണ്ട് നേരിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളങ്ങനെ ചുരം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്, ആ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള കാഴ്ചകളാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ആ സമയത്തും വണ്ടി നിർത്തിയിട്ടിട്ട് വ്യൂ കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നേരിട്ട് ആളില്ലെന്നല്ല, അത്യാവശ്യം ആളുണ്ട്. അങ്ങനെ വ്യൂ കാണാൻ വേണ്ടി നമ്മൾ വണ്ടി സൈഡാക്കി ഇറങ്ങി. കണ്ടോ, അടിപൊളി വ്യൂ ആണ് ഗൈസ്. നമുക്കിപ്പോൾ നമ്മുടെ നേരിട്ട് കാണുന്ന അത്ര നമുക്ക് ഒരിക്കലും വീഡിയോയിൽ കിട്ടില്ല, നേരിട്ട് തന്നെ കാണണം. കണ്ടോ, നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, കണ്ടിട്ട് ആ ഒരു സന്തോഷത്തിലാണുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. വയനാട് കയറി വൈത്തിരിയൊക്കെ കഴിഞ്ഞു. നമുക്ക് നല്ല വിശപ്പ് തുടങ്ങി, കാരണം പുലർച്ചെ ഇറങ്ങിയതാണല്ലോ. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തു, പൂരിയും ബാജിയും ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ വന്നു. നല്ലോണം അത് ഫുള്ള് നമ്മൾ കഴിച്ചു. പക്ഷേങ്കിൽ റേറ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ ഞെട്ടിയത് ഗൈസ്. 2 പൂരിക്കും 2 ബാജിക്കും കൂടെ 240 രൂപയാണ് വാങ്ങിച്ചത്. അത് ഏത് രീതിയിലുള്ള കണക്കാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ നല്ല രീതിയിൽ പൈസ കയ്യിൽ നിന്ന് പോയി കിട്ടി. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ മുത്തങ്ങ വഴി ബന്ദിപ്പൂര് വഴി ഗുണ്ടൽപേട്ട് കയറാന്നുള്ള ഒരു വിചാരത്തിലാണുള്ളത്. നല്ല വ്യൂ ആണ് ഗൈസ്. ഇപ്പോൾ വയനാട് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പും വെയിൽ നമുക്ക് കാണാനുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആ വെയിലിൻ്റെ ചൂട് നമുക്ക് അറിയുന്നില്ല, മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ. നല്ല നൈസായിട്ട് നല്ല റോഡുമാണ്, നല്ല രീതിയിൽ പോകാൻ പറ്റും. അങ്ങനെ ഇടയിൽ ചിക്കു വണ്ടിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം പാട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അവിടുന്ന് വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് എനിക്കൊരു ജാക്കറ്റ് കൂടെ വാങ്ങിച്ചു. അപ്പം ഞാൻ അതിട്ടിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇത് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവാണ്. അടിപൊളി വ്യൂ ആണ്. അങ്ങനെ മുത്തങ്ങ എത്തി നമ്മൾ ഇതാ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയി, ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയി. കാരണം അടുത്തത് പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, അതിൻ്റെ ഇടയിൽ വണ്ടി നിർത്താനൊന്നും കഴിയാത്തത് കൊണ്ട് ഫ്രഷൊക്കെ ആയി തിരിച്ച് വീണ്ടും യാത്ര തുടർന്നു. നമ്മളിടയിൽ ഒരു ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മൾ 2 വീലറിലായതുകൊണ്ട്
അത്ര അടുത്ത് നിന്നിട്ട് അവിടെ വണ്ടി നിർത്താനോ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൈര്യവും ഇല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നേരിട്ട് കണ്ടേ ഉള്ളൂ. ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മാനൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ആനേനെയാണ് മെയിനായിട്ട് കണ്ടത്. ഇതിനു മുന്നേ പോയിട്ട് കണ്ടിട്ടില്ല, ഒരു മൃഗത്തിനെയും കണ്ടിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം ആനേനെ കണ്ടു. അങ്ങനെ നമ്മൾ പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ പോയി. നമ്മൾ ഗുണ്ടൽപേട്ട് കയറിയിരിക്കുകയാണ്. കണ്ടാലറിയാലോ, നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. ഇതൊക്കെ നമുക്ക് ഓണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവർ വളർത്തിയെടുത്ത ചെടികളാണ്. ഇതൊക്കെയാണ് നമുക്ക് പൂക്കളത്തിന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല ഗൈസ്, ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഒരു കാണാനുള്ളൊരു വ്യൂ ഒക്കെ എന്ന് വെച്ചാൽ കണ്ടില്ലേ, അതിഗംഭീരമാണ്. എന്ത് രസമാണെന്നോ, നമുക്ക് അവിടെ ചെന്നാൽ ഇന്ന് പോരാനും തോന്നില്ല. അത്രയൊരു വൈബുള്ളൊരു സ്ഥലമാണ്. ഞാനും ചിക്കും കൂടെ നല്ല വൈബ് അടിച്ച് ഹാപ്പി ആയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കർണാടകയിലെത്തിയപ്പോൾ നമുക്ക് ഭാഷ അറിഞ്ഞൂടാ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, ചോദിച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോദിച്ച് പോയി. പക്ഷേ നമുക്ക് ഒരു പാളിച്ച പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗോപാൽസ്വാമി ടെമ്പിളിൽ നിന്ന് അടിച്ചപ്പോൾ നമ്മൾ വേറെ ഏതൊരു ടെമ്പിളിൻ്റെ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമുക്ക് പോകേണ്ട സ്ഥലത്തല്ല എത്തിയിട്ടുള്ളത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ കുറേ ഗോപാൽസ്വാമി ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു ഒരാളോട് ചോദിച്ചപ്പോൾ. നമുക്ക് അറിയുന്ന ഭാഷയിൽ കുറച്ചൊക്കെ ചോദിച്ചപ്പോൾ കുറേ ഗോപാൽസ്വാമി ടെമ്പിൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി വീണ്ടും പോയി. അങ്ങനെ കുറച്ച് സമയം അവിടെ ലാഗായി. ഇവിടെ എന്ന് വെച്ചാൽ ഒരു അതിമനോഹരമായൊരു ഗ്രാമമാണ്. ഒരു നാട്ടും പ്രദേശം ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിലൊക്കെ, ആ ഒരു രീതിയിലുള്ളൊരു നാട്ടും പ്രദേശമാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആട്ടിടയന്മാരും ഒക്കെയാണുള്ള. ചെമ്മരിയാടിൻ്റെ കണ്ടില്ലേ, ഒരു കൂട്ടത്തോടെ ആടിനെയൊക്കെ വളർത്തി ഇങ്ങനെ മേച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല അതിമനോഹരമായൊരു ഗ്രാമം. നമുക്ക് അവരുടെ ഒരു ഇത് തന്നെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു മോഡേൺ ഒന്നല്ല, ഒരു നാടൻ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നാടനായിട്ടുള്ളൊരു പ്രദേശമാണ്. ചെറിയ വീടുകളും ചെറിയ കടകളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ റെഡിക്കുള്ള ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ ബോർഡ് കണ്ട് ആ വഴി പോവുകയാണ്. ഇനിയിപ്പോൾ അവിടെ എത്തുമായിരിക്കുന്നു പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പോകുന്ന വഴിയിലൊക്കെ ചെമ്മരിയാടിനെ ഇമേജ് നടക്കുന്നത് നമുക്ക് കാണാം. ചെമ്മരിയാടുണ്ട്, പിന്നെ പശുവുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ തോട്ടങ്ങളും കണ്ടോ, ഇതൊക്കെ പശുവിൻ്റെ ഒരുപാട് പശുക്കളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു നാട് ഉള്ളത്. ഇതൊക്കെ ആയിരിക്കും അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇതൊക്കെ ആയിരിക്കും. കണ്ടോ, സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിലും ഗംഭീരമാണ്. ഇത് ഗായ്സ്, ഞങ്ങൾ അവസാനം നമ്മുടെ ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അവരുടെ KSRTC വണ്ടിയുണ്ട്, അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൽ കയറി പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു മലയുടെ പീക്കിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിലേക്ക് പോവാണ്, അതിൽ കയറിയിട്ട് പോവാണ്. നമുക്ക് സീറ്റ് കിട്ടിയില്ല ഗൈസ്, അപ്പുറത്തേക്ക് ഫുള്ളായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നിന്നാലും വലിയ സീനൊന്നുമില്ല. നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ചുരമൊക്കെ കയറില്ലേ, അതുപോലെ ഉണ്ട്. ഈ ഒരു ബസ്സിൽ കയറിയിട്ട് ഈ വളവും തിരിവുമൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്, താഴത്തേക്ക് പോകുന്നുള്ളത്. അതാ കണ്ടില്ലേ, അമ്പലം കണ്ടില്ലേ, അമ്പലത്തിൻ്റെ മേൽഭാഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി ഗൈസ്. നമ്മളങ്ങനെ അമ്പലത്തിലെത്തി. ഇനി നമുക്ക് ചെരുപ്പൊക്കെ അയച്ചിടണം ഉള്ളിൽ കയറുമ്പോഴേ. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അയച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അത്യാവശ്യം വെയിലാണുള്ളത്, നമുക്ക് മഴ കിട്ടിയിട്ടില്ല, മഴയും കോടയും കിട്ടിയിട്ടില്ല. ആ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേങ്കിൽ ഈ വെയിലാണെങ്കിലും അത്ര ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. നല്ല കാറ്റ് വന്നിട്ടേ അത്ര ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ
അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു കർണാടക ആ ഒരു രീതിയിലുള്ള അമ്പലത്തിൻ്റെ ഉള്ളൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉള്ളിൽ കയറുകയും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും ഉള്ളിലേക്ക് കയറുവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതിലെ ഉള്ളിലാണ് പ്രതിഷ്ഠയൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വ്യൂ എന്ന് പറയുന്നത് ഗൈസ്. അടിപൊളിയാണ്, എന്ത് രസമാണെന്നോ. നമ്മൾ കുറച്ച് നേരം അവിടെ നല്ല മൈൻഡ് പീസ്ഫുള്ളായിട്ട് കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നു. എന്ത് രസമാണെന്നോ, അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, എൻ്റെ നെറ്റിയിലും ചിക്കുവിൻ്റെ നെറ്റിയിലൊക്കെ അവിടുത്തെ ചന്ദനമുണ്ട്. അതൊരു പ്രത്യേകതരം പ്രാർത്ഥനയായിരുന്നു ഗൈസ്, ഒരു വെറൈറ്റി പ്രാർത്ഥനയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്നാലും പിന്നെ നമ്മൾ തിരിച്ച് KSRTC കയറിയിട്ട് താഴത്തേക്ക് വരുവാണ്. കാരണം ടൈം കുറേ ആയല്ലോ, നമുക്ക് തിരിച്ച് ഇന്ന് തന്നെ എത്തണം. 1 ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചെത്തണം. അതുകൊണ്ട് നമ്മൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം വന്ന് കയറി സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിന്ന് പോവാൻ വയ്യായിട്ട്. അങ്ങനെ ഞാൻ ക്ഷീണിച്ച് അവശയായിട്ടാണുള്ളത്. എൻ്റെ മുഖം കണ്ടാൽ അറിയാം ആ ഒരു ക്ഷീണം എൻ്റെ മുഖത്തില്ലേ. അങ്ങനെ പിന്നെ ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇളനീരൊക്കെ കുടിച്ച്, വലിയ ഇളനീരാണ് കേട്ടോ, ഒരുപാട് വെള്ളമുണ്ട്, അടിപൊളിയായിരുന്നു. അത് നല്ല ക്ഷീണം അങ്ങ് മാറി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന സമയത്താണ് നമ്മൾ സൂര്യകാന്തിയിലേക്ക് അവിടെ ഇറങ്ങാനും ജമന്തിയുടെ അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ കരുതിയത് വരുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ജമന്തിയുടെ അവിടെയൊക്കെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുവാണ്. അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ഈ കാണുന്നത് പോലെയല്ല, ആ ഒരു പൂക്കളും എത്ര വലിപ്പമുണ്ടെന്നറിയോ, അടിപൊളിയാണ്. തീരെ ചെറുതൊന്നുമല്ല, നല്ല വലിപ്പമുള്ളതാണ്, നല്ല സ്മെല്ലും. പക്ഷെങ്കിൽ ഈ ഒരു ഫോട്ടോ വീഡിയോ എടുക്കണമെന്നാണെങ്കിൽ 50 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരു പാടത്തു നിന്നാണെങ്കിലും അവരുടെ പ്രോപ്പർട്ടിയിൽ, ആരുടെ പ്രോപ്പർട്ടിയിലാണോ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ 50 രൂപ കൊടുത്താലാണ് നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സൂര്യകാന്തിയുടെ അവിടെ എത്തി. സൂര്യകാന്തിയൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുവാണിപ്പോൾ. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടു ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ അമ്പലത്തിന് തൊട്ടടുത്തുള്ളതൊക്കെ കണ്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ കയറി കുറച്ച് ഫോമാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് വെറുതെ ചുറ്റും നടന്ന് കളിച്ച് അതൊക്കെ ചിക്കു ഇങ്ങനെ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന്. കണ്ടില്ലേ എത്ര വലിയ പാടാണെന്ന് നോക്ക്, എന്ത് രസമാണെന്നോ കാണാൻ, നമ്മുടെ നേരിട്ട് കണ്ണുകൊണ്ട് തന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. സുൽത്താൻ ബത്തേരി എത്തിയപ്പോൾ മജീദിക്കയുടെ ബീഫ് അടിപൊളിയാണെന്ന് കേട്ടിട്ട് നമ്മൾ അവിടത്തേക്ക് ചെന്ന് ബീഫും കപ്പയും ഒക്കെ കൂടെ കഴിച്ചു. അടിപൊളിയായിരുന്നു ഗൈസ്, സത്യം പറയാലോ. പിന്നെ നമ്മൾ തിരിച്ച് വയനാട് എത്തി കേട്ടോ. പിന്നെ അതുവരെ വീഡിയോ ഒന്നും എടുത്തില്ല. തിരിച്ച് വയനാട് എത്തി ഹണി മ്യൂസിയത്തിൽ കയറി നമ്മൾ പിന്നെ തിരിച്ച് വരുവാണ്. അതിൻ്റെ ഇടയിൽ നല്ലൊരു കോട, വയനാട് നിന്ന് വൈകുന്നേരത്തെ ഒരു കോട കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി വ്യൂ ആണ് ഗൈസ്, നല്ല കോട കിട്ടി. നമുക്ക് രാവിലെ കിട്ടിയില്ലെന്നാണെങ്കിലും വൈകുന്നേരം അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ രീതിയിൽ ബ്ലോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ കോഴിക്കോടേക്ക്. ചുരമൊക്കെ കണ്ടോ ഗൈസ്, മഞ്ഞ് മൂടി കിടക്കുന്നത് അടിപൊളി. നമ്മൾ അപ്പുറത്തെ ഭാഗത്തൊന്നും കാണില്ല, ഫുള്ള് പുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് എടുക്കാതിരുന്നത്. പിന്നെ ഒരു നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. അപ്പോൾ ബൈ ഗൈസ്.